ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നൊന്നും അരയ്ക്കാതെ വെറും 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് സാധാരണ ദോശയൊക്കെ കഴിക്കുന്നത് പോലെ സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് അവിലാണ്. ഞാനിവിടെ 250 ml കപ്പിൽ അരക്കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മട്ട അവിലാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 2 വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കണം. ഇതിപ്പോൾ 2 വെള്ളം ഞാനിവിടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയായിരുന്നാലും ഏതായിരുന്നാലും എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1/4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയെല്ലാം ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ ഒരു വലിയ നാരങ്ങയുടെ പകുതി എടുത്തതിന് ശേഷം അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ദോശ നല്ല മൊരിഞ്ഞു വരാനും അതുപോലെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ടും ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ബാറ്റർ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൊണ്ടുണ്ട്. അതും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെയാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ആ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഉടനെ ദോശ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ദോശയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 1/2 സ്പൂൺ മാവാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. നല്ല തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഗീ റോസ്റ്റിനൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ട് ഇനി ഒന്ന് പരത്തിയെടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ കളറെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് ചേഞ്ചായി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് മടക്കിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉഴുന്നൊന്നുമില്ലാതെ 10 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.